الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യാൻ ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. നമുക്കൊക്കെ നമ്മളോടും നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ രാജ്യത്തിനോടും നമ്മുടെ സമൂഹത്തിനോടൊക്കെ വലിയ ബാധ്യതകളുണ്ട്. അവർക്ക് കുടുംബത്തിനും മക്കൾക്കും ഭക്ഷണം, പാർപ്പിടം, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യതകൾ നിർവഹിക്കാനാണ് നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ കഷ്ടപ്പെടുന്നതുമെല്ലാം രക്ഷിതാക്കൾ. എന്നാൽ സമൂഹത്തിനോടും മറ്റുള്ളവരോടുമുള്ള ബാധ്യത നിർവഹിക്കാൻ നമുക്ക് പല ഭാഗത്തുകൂടിയും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ഒരു വലിയ ബാധ്യതയുടെ ഭാഗമാണ് കോളേജുകളും സ്കൂളുകളും തുറക്കുക, നമ്മളെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതെല്ലാം. അത് ഒരു ജീവിതത്തിൻ്റെ സാധാരണ കാര്യമായി പരിഗണിക്കാതെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മരണശേഷം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ സംരക്ഷിക്കാനുള്ളത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ മക്കളാണ്. നാം ഇവിടെ വളർത്തിയെടുത്ത നന്മയും നമ്മുടെ ഇസ്സത്തും നിലനിർത്താൻ വേണ്ടി അവരെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അറിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ നിലക്കും അറിവ് വർദ്ധിക്കുകയാണ്. നമ്മളൊക്കെ മുതിർന്ന ആളുകൾ ചെറുപ്പകാലത്തുണ്ടായിരുന്ന, നമുക്കൊക്കെ ഉണ്ടായിരുന്ന അറിവുകളല്ല ഇപ്പോൾ പുതിയ പുതിയ അറിവുകൾ വളർന്നിട്ടുണ്ട്. എത്ര വിശാലമായ അറിവിന്റെ മേഖലയിലേക്ക് നമ്മളൊക്കെ പോയാലും നമുക്ക് നാഫിയായിട്ടുള്ള, ഉപകാരപ്രദമായി ഇഹലോകത്തും പരലോകത്തും നിലനിൽക്കുന്ന ഇൽമുൻ നാഫി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിവിന്റെ പിന്നാലെ പോയി വലിയ അറിവുകൾ നേടിയ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, സമൂഹത്തിൽ സമാധാനമുണ്ടാക്കാൻ കഴിയുന്നില്ല. കളവും ചതിയും വഞ്ചനയും അക്രമങ്ങളും അവരുടെ അറിവ് കൊണ്ട് വർദ്ധിക്കുന്നു എന്നത് നമ്മളൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. അറിവ് മനുഷ്യനെ നന്നാക്കണം, അവന്റെ കുടുംബത്തെ നന്നാക്കണം, നാടിന് നന്മയുണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ഫഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. പഠിച്ചവനെ, കുറെ അറിവുണ്ടായത് കൊണ്ടല്ല, അറിവ് ഉപകരിക്കണം, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു. അതുപോലെ ഒരിക്കലും മതി വരാത്ത ആർഭാടങ്ങളിലും ആഗ്രഹങ്ങളിലും മതി വരാത്ത ഒരു മനസ്സ്, അതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു അല്ലാഹുവേ. അതുപോലെ ഉപകാരപ്പെടാത്ത അറിവിന്റെ പടച്ചവനെ ഭയപ്പെടാത്ത മനസ്സ്, അതെത്ര വലിയ വിശാല മനസ്സാണെങ്കിൽ പോലും സൃഷ്ടിച്ച റബ്ബിനെ ഭയപ്പെടാത്ത ഒരു മനസ്സിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു. ഉത്തരം കിട്ടാതെ പ്രാർത്ഥിച്ച് കുഴങ്ങി നിരാശരാകുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന്, രക്ഷ ചോദിക്കുന്നു എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇൽമുൻ നാഫി ആണ്, ഇൽമുൻ ദുന്യവിയായ ഇൽമിന്റെ കൂടെ നമുക്ക് വേണ്ടത്. നമുക്ക് രണ്ട് ജീവിതമുണ്ട്. മരണം വരെയുള്ള ഒരു ഇടക്കാല ചെറിയ കാല ജീവിതം ദുനിയാവിലെ ജീവിതമാണ്. ആ ദുനിയാവിലെ അറിവിന് വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത്, കോളേജിൽ ചേർക്കുന്നത്, പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, വലിയ ഫീസ് കൊടുക്കുന്നത്, അതിനു വേണ്ടി അധ്വാനിക്കുന്നത്. അതോടൊപ്പം ഇൽമുൻ നാഫി കിട്ടണമെങ്കിൽ പരലോകത്തെ പറ്റിയുള്ള അറിവ് കൂടി നമുക്കുണ്ടാവണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ ഭൗതിക ജീവിതത്തെ മാത്രമാണല്ലോ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, ആഖിറമാണ് എന്നും നിലനിൽക്കുന്നതും ഉത്തമമായതും, അതിനെ കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഅലയിൽ കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതത്തിലെ അറിവും അതിന്റെ ആർഭാടങ്ങളും അതിന്റെ സുരക്ഷിതത്വവും മാത്രം ഉറപ്പാക്കുന്ന അറിവ് നമുക്കുണ്ടായാൽ പോരാ. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, എന്നും നിലനിൽക്കുന്ന പരലോകത്തിനെ പറ്റിയുള്ള അറിവ് കൂടി നമുക്ക് വേണം. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ യഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അത് കുറെ ആളുകൾ കളിച്ചു തീർക്കുന്നു, ചില ആളുകൾ അശ്രദ്ധമായി തീർക്കുന്നു, കുറെ ആളുകൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെക്കാളും എനിക്ക് നല്ല ശമ്പളം കിട്ടും, നല്ല സമ്പത്തുണ്ട്, നല്ല വരുമാനമുണ്ട് എന്ന് അഭിമാനിക്കാൻ വേണ്ടിയുള്ള ജീവിതം നയിക്കുന്നു. വതഫാഖുറുൻ ബൈനകും, അതിൽ ദുരഭിമാനം നടത്തുകയും എന്നിട്ട് ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളിലും സമ്പത്തുക്കളിലുമെല്ലാം അഭിമാനവും ദുരഭിമാനവും നയിക്കുന്ന ഒരു ജീവിതമാണ് ഇത്. ഇവിടെ നമ്മൾ ജീവിച്ചു തീർക്കണം. ഇതൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നത് കമസലി ഗൈസിൻ അയ്ജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. ഉണങ്ങിക്കിടക്കുന്ന, വരണ്ട് കിടക്കുന്ന ഭൂമി ഒരു മഴ പെയ്താൽ പച്ച പിടിച്ച് അതങ്ങനെ ഭംഗിയുള്ള അവസ്ഥയിൽ ചെടികളും പൂക്കളുമായി മാറുകയും പിന്നീട് ഉണങ്ങിത്തീരുകയും ചെയ്യുന്ന പോലെയാണ് ഈ ജീവിതം. അറിവും
അഭിമാനവും വലിയ തൊഴിലും വലിയ സ്ഥാനമാനങ്ങളും ഉണ്ടായാൽ അത് പച്ചപ്പും സുഖകരവും തന്നെയാണെങ്കിലും ആ പച്ചപ്പെല്ലാം പോയി ഉണങ്ങിത്തീരും. അഥവാ നമ്മൾ മരണത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയുള്ള മരണത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആഖിറത്തെ പറ്റിയുള്ള അറിവ് കൂടി നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ പരാജയപ്പെടും എന്നാണ് അല്ലാഹു പറയുന്നത്. ദുനിയാവിലെ അറിവ് മാത്രം, ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ പഠിച്ചാൽ ആഖിറത്തിൽ അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ടായിരിക്കും. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത്, അതാണ് പരലോകത്ത് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് പരലോകത്തേക്ക് വേണ്ടത്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ വഞ്ചിക്കുന്ന ഭൗതിക ജീവിതത്തിൽ മാത്രം ശ്രദ്ധയുണ്ടാതിരിക്കണം. അപ്പൊ നമ്മൾ അറിവ്, നല്ല തരത്തിലുള്ള അറിവുകൾ നമ്മൾ നേടുകയും നമ്മളോടുള്ള, എൻ്റെ ശരീരത്തിനോട് എനിക്ക് എന്ത് ബാധ്യതയുണ്ട്, എൻ്റെ ദേഹത്തെയെങ്കിലും ഞാൻ തിന്മകളിൽ നിന്ന്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ജീവിതത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന സ്വന്തം ശരീരത്തിനോടുള്ള ബാധ്യതയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്ക് എന്തൊക്കെയാണെന്ന് നേരം പുലർന്നാൽ പഠിച്ചവനോടുള്ള ബാധ്യത, എന്നോടുള്ള ബാധ്യത, ഞാൻ രക്ഷപ്പെട്ട് കിട്ടാനുള്ള ബാധ്യത, അത് നമ്മൾ അറിയണം. അതല്ലാത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര അറിവുണ്ടെങ്കിലും സ്വന്തം നഫ്സിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അതുപോലെ സ്വന്തം കുടുംബത്തെ നമ്മൾ അറിയണം. ഞാൻ എത്രയൊക്കെ ആയാലും എൻ്റെ മാതാക്കളും പിതാക്കളും എൻ്റെ കുടുംബങ്ങളും എന്നെ ആശ്രയിച്ചിരിക്കുന്നവരും അവരോടുള്ള കടപ്പാടുകൾ എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ, ഞാൻ കൂടി ജീവിക്കുന്ന സമൂഹത്തിൽ, എൻ്റെ വിശാലമായ ബന്ധവൃത്തങ്ങളിൽ എനിക്ക് ബാധ്യതകളുള്ളവരുണ്ട്, സഹായിക്കേണ്ടവരുണ്ട്, സ്നേഹിക്കേണ്ടവരുണ്ട്, തലോടേണ്ടവരുണ്ട്, നല്ല കാര്യങ്ങൾ, വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ടവരുണ്ട്. കാരണം സാമൂഹ്യ ജീവിതത്തിൽ പരസ്പരം കൈമാറേണ്ടവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് മനുഷ്യരോടും എനിക്ക് ബാധ്യതയുണ്ട്. അതുപോലെ രാജ്യത്തിനോടും, ഈ രാജ്യത്തിന്റെ നന്മയും സമാധാനവും ക്ഷേമവും നിലനിർത്തേണ്ട ബാധ്യതയുണ്ട്. ആ ഒരു ബാധ്യതയെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരലോകത്ത് കൂടി രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളെ ചേർക്കുമ്പോൾ ബാധ്യത തീർന്നു എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. ആ കുട്ടികളുടെ ആഖിറത്തിനെ പറ്റിയുള്ള, ആത്മീയതയെ പറ്റിയുള്ള, ജീവിത വിശുദ്ധിയെ പറ്റിയുള്ള കൃത്യമായ ബോധം അവർ വളരും തോറും ഉണ്ടാകുന്നുണ്ടോ, അവരുടെ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കൂടുന്തോറും പരലോകത്ത് രക്ഷപ്പെടാനുള്ള സർട്ടിഫിക്കറ്റുകൾ, അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനുള്ള അംഗീകാര പത്രങ്ങൾ എൻ്റെ മക്കൾക്കും എനിക്കും കിട്ടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. മാതാപിതാക്കൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ഈ വിഷയത്തിൽ. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ മക്കൾക്ക് നാട്ടിലെവിടെയും മാതൃകയില്ല. ഒരാളുടെ അടുക്കലും, അങ്ങാടികളിലും തെരുവുകളിലും വഴിയോരങ്ങളിലും നമ്മുടെ മക്കൾക്ക് മാതൃകയായി ഒന്നും കാണാനില്ല. നമ്മൾ മാത്രമാണ് മാതൃക. ആ മാതൃക മാതാവും പിതാവും നമ്മൾ കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. നമ്മുടെ ജീവിത വിശുദ്ധിയിൽ കൂടി, നമ്മുടെ ആരാധനകളിൽ കൂടി, നമ്മുടെ വീട്ടിലുള്ള കൃത്യമായ നിഷ്ഠകളിൽ കൂടി മാതൃകാ ജീവിതം കണ്ട് നമ്മുടെ മക്കൾ പഠിക്കണം. പഠിച്ചറിയുന്നതിനേക്കാളും ഉപ്പയെയും ഉമ്മയെയും ഇത്താത്തയെയും ഇക്കാക്കയെയും കണ്ട് പഠിക്കുന്ന കുടുംബാന്തരീക്ഷം മാതാപിതാക്കൾ സമൂഹത്തിൽ ഉറപ്പുവരുത്തണം. കാരണം അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ, നരകത്തിൽ കിടന്ന് ഹൃദയങ്ങൾ, മനസ്സുകൾ, ശരീരങ്ങൾ കുത്തിമറിയുമ്പോൾ, മുഖങ്ങൾ കുത്തിമറിയുമ്പോൾ, യഖൂലൂന, ആ ആളുകൾ, നരകവാസികൾ പറയും, യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂല, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾക്ക് നഷ്ടം പറ്റിയല്ലോ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, റസൂലിനെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബന ഇന്നന അതഅന സാദതന വ കുബറാഅന ഫഅളല്ലൂന സബീല, റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ മുതിർന്നവരെ അനുസരിച്ചാണ്, അവരെ കണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്.
ഞങ്ങളുടെ നാട്ടിലെ കാരണവന്മാരെയും നേതാക്കന്മാരെയും കണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. മാതാപിതാക്കളാകുന്ന ഞങ്ങളുടെ മാതൃകാ പുരുഷന്മാരെ കണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു മാതൃകയും കിട്ടിയില്ല. അവർ ഞങ്ങളെ പിഴപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് റബ്ബേ, അവർക്ക് ഞങ്ങൾ തെറ്റിപ്പോയതിന്റെ ഇരട്ടി ശിക്ഷ അവർക്ക് നീ കൊടുക്കണം. അവരെ നീ ശപിക്കണം. അവർ ശപിച്ചവരായത് കൊണ്ടാണ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തരാതിരുന്നത്. സഹോദരങ്ങളെ, നമുക്കാണ് ബാധ്യത. നമ്മളെ വീട്ടിലാണ് ബാധ്യത. നാട്ടിൽ ആരെയും നമ്മളെ കുട്ടികൾക്ക് അനുകരിക്കാൻ പറ്റുന്ന രീതിയിലല്ല നാടിന്റെ പോക്ക് എന്ന് മനസ്സിലാക്കണം. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അവർ പലതും പഠിപ്പിക്കുന്നുണ്ട്. ദീന് പഠിപ്പിക്കുന്നവരുണ്ട്. ഭൗതിക വിജ്ഞാനവും ശാസ്ത്രവും സാങ്കേതിക കാര്യങ്ങളും പഠിപ്പിക്കുന്നവരുണ്ട്. അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഏത് പഠിപ്പിക്കുകയാണെങ്കിലും എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും അവർക്ക് ഒരു നല്ല വിചാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, നല്ല ഒരു മിനിറ്റ് നേരമെങ്കിലും ഒരു ക്ലാസ് മുറികളിൽ ഓരോ ദിവസവും ഒരു മിനിറ്റ് നേരമെങ്കിലും കുട്ടിക്ക് മര്യാദയും സൽവിചാരവും തന്നെ സൃഷ്ടിച്ച റബ്ബിനെ, തന്റെ മാതാപിതാക്കളെ, തന്റെ രാജ്യത്തിനോടുള്ള ബന്ധത്തെ, ജനങ്ങളോടുള്ള നല്ല ബന്ധത്തെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അഖ്ലാഖുൻ ഹസനത്ത്, സൽ സ്വഭാവങ്ങൾ, സത്യസന്ധത തുടങ്ങിയിട്ടുള്ള നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരല്ല നമ്മളെങ്കിൽ നമ്മൾ അല്ലാഹുവിനോടുള്ള ബാധ്യത വഞ്ചന കാണിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ പോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളെ കുട്ടികളോട് അധ്യാപകരായ ഗുരുനാഥന്മാരായ ആളുകൾക്ക് ബാധ്യതയുണ്ട്. ശരിയായ അഖീദ, വിശ്വാസം നമ്മളെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിച്ചാൽ രക്ഷപ്പെടാൻ ആരെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് എനിക്ക് ദുആ ചെയ്യിപ്പിച്ചുകൊള്ളും, എനിക്ക് ആരെങ്കിലും ധർമ്മം കൊടുത്തും ചീരണി കൊടുത്തും എന്റെ പരലോകം രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്നുള്ള വളരെ അബദ്ധജടിലമായ മതവിശ്വാസമാണ് ആളുകൾക്ക് അധികവുമുള്ളത്. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് എന്നെ പരലോകത്ത് രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്നല്ല. അല്ലാഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നമ്മൾ ഓരോരുത്തരും ചെറിയവരും വലിയവരും ചിന്തിക്കണം. നിന്റെ റബ്ബ് നിന്നെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സും അകവും പുറവും ഓരോ സമയത്തും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാ യഗീബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹുവിന് അറിയാത്ത ഒന്നുമില്ല. അങ്ങനെയുള്ള എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ആ റബ്ബിൽ വിശ്വസിക്കുകയും ആ റബ്ബ് മാത്രമാണ് എന്നെ രക്ഷിക്കാനുള്ളൂ, ആ റബ്ബിന്റെ കൽപ്പനകളിൽ കൂടി ജീവിച്ചാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തുക്കൾ എനിക്ക് ഉപകരിക്കുകയില്ല, എന്റെ മക്കൾ എനിക്ക് ഉപകരിക്കുകയില്ല, ആരും എനിക്ക് ഉപകരിക്കുകയില്ല. ഖൽബുൻ സലീം, സുരക്ഷിതമായ തെറ്റുകുറ്റങ്ങളില്ലാത്ത, അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥമായ വിശ്വാസമുള്ള മനസ്സോടുകൂടി മരിച്ചു പോകാതെ, അതുകൊണ്ട് ആരും നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് കാത്തിരിക്കാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ റബ്ബ് മാത്രമേയുള്ളൂ. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ആ റബ്ബിന്റെ കൽപ്പനകൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള ബോധം നിലനിർത്തുന്ന ഒരു മനുഷ്യരായി നമ്മളൊക്കെ മാറണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ റബ്ബേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നിന്റെ സഹായമല്ലാതെ ആരും ഞങ്ങളെ ഇഹലോകത്ത് സഹായിക്കാനില്ല, നാളെ പരലോകത്തും ഞങ്ങളെ രക്ഷിക്കാൻ നീ കൈപിടിക്കാതെ ഞങ്ങളെ കൈപിടിക്കാൻ ആരുമില്ല എന്ന വിശ്വാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാതെ എത്ര പഠിച്ച് വലുതായി വലിയവരായിരുന്നാലും സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നമ്മുടെ മക്കൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇസ്രാഫുകൾ, അമിതമായ ധൂർത്തുകള്, അനാവശ്യമായ ആർഭാടങ്ങള്, നശിപ്പിക്കുന്ന സാമ്പത്തികമായ നശീകരണ പ്രവർത്തനങ്ങള്, അതാണ് സമൂഹത്തിൽ എല്ലായിടത്തും വ്യാപകമായി വരുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. ഒരു നൂറ്റാണ്ട് ജീവിക്കാനുള്ള വകയുണ്ടെങ്കിൽ പോലും ഒരിക്കലും ദുർവ്യയം ചെയ്യാൻ പാടില്ല.
അനാവശ്യമായ ആർഭാടങ്ങൾ നമുക്ക് പാടില്ല. അനാവശ്യമായ അള്ളാഹുവും ദീനും ഇഷ്ടപ്പെടാത്ത തോന്നിവാസങ്ങൾ കൊണ്ട് പണം പൊടിച്ച തോന്നിവാസങ്ങൾ, അത് ഏത് മേഖലയിലായിരുന്നാലും, വിവാഹത്തിലായിരുന്നാലും, സൽക്കാരത്തിലായിരുന്നാലും, പൊതുജീവനത്തിലായിരുന്നാലും, അനാവശ്യമായി നമ്മൾ സമ്പത്ത് ചെലവഴിച്ച് ആർഭാടം ചെയ്യാൻ പാടില്ല. ആ നിലക്കുള്ള എല്ലാ അർത്ഥത്തിലും സ്വബോധമുള്ള, റബ്ബിനെ പറ്റി ബോധമുള്ള, സ്വന്തം ശരീരത്തെ പറ്റി ബോധമുള്ള, സ്വന്തം നാടിനെയും രാജ്യത്തെയും ജനങ്ങളെയും ഓർമ്മയുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. ഒരുപാട് ശമ്പളം കിട്ടുന്ന, ഒരുപാട് സ്ഥാനക്കയറ്റം കിട്ടുന്ന അറിവിനേക്കാളും മനുഷ്യത്വത്തെ പറ്റി ബോധമുള്ള അറിവാണ് നമുക്ക് വേണ്ടത് എന്ന ആ ഒരു ചിന്ത ഈ സന്ദർഭത്തിൽ കുട്ടികൾക്കുണ്ടാവണം, രക്ഷിതാക്കൾക്കുണ്ടാവണം, പഠിപ്പിക്കുന്നവർക്കുണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനായിരിക്കണം നമ്മുടെയൊക്കെ ശ്രദ്ധ. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മുതിർന്നവർക്കും സമൂഹത്തിനുമെല്ലാം അതുപോലെയുള്ള ഈ ഒരു ബോധം നിലനിൽക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും കലാലയങ്ങളിൽ, പുതിയ ക്ലാസുകളിലോ പുതിയ സ്ഥാപനങ്ങളിലോ ഒക്കെ എത്തിപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം. ചീത്ത കൂട്ടുകാർ ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കാൻ കാരണമാകരുത്. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരറിവും നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമുക്ക് അറിവ് കിട്ടണം, വളരണം, ഉയരണം. അള്ളാഹുവിന്റെ തൗഫീഖാണ് അതിനൊക്കെ ഒന്നാമതായി വേണ്ടത്. പ്രാർത്ഥനയാണ് വേണ്ടത്. കുറെ പഠിച്ച് മാർക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഉയരണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള കൃത്യമായ ബന്ധം നിലനിർത്തണം. ആ ഒരു ബന്ധത്തിന് വേണ്ടി ആരോഗ്യവും ആയുസ്സും സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ കുട്ടികളായിരുന്നാൽ പോലും മറക്കാത്ത ഒരു കലാലയ അന്തരീക്ഷമായിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും പടച്ചവനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന കലാലയങ്ങൾ നാട്ടിൽ കെട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള വിദ്യാസ്ഥാപനങ്ങളിൽ നമ്മൾ പഠിക്കണം. അതല്ല, ഏത് കാളക്കൂടത്തിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സമൂഹത്തെ, നാം വളർന്നു വന്ന ഘട്ടങ്ങളെ നമ്മൾക്കിനി തിരിച്ചു പോകാനുള്ള, പരലോകത്തെ മറന്നുകൊണ്ടുള്ള പഠനങ്ങളും കൂട്ടുകാരും അതുപോലെ മറ്റു ബന്ധങ്ങളും നമുക്കൊരിക്കലും ഉണ്ടാവരുത്. ഒരു നല്ല ഭാവി, ഒരു നല്ല മനുഷ്യത്വമുള്ള, അള്ളാഹുവിനെ പറ്റി ഓർമ്മയുള്ള, നാടിന് ഉപകാരം ചെയ്യാൻ പറ്റുന്ന, നാടിന് നേതൃത്വം നൽകി സമുദായത്തിന്റെ യഥാർത്ഥ മക്കളായി തലയെടുപ്പോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല തലമുറയായി വളരണമെങ്കിൽ കൃത്യമായ നിഷ്ഠയോടുകൂടി, അച്ചടക്കത്തോടുകൂടിയുള്ള, അതോടൊപ്പം അള്ളാഹുവിനോടുള്ള എല്ലാ നമസ്കാരം തുടങ്ങിയ എല്ലാ ബാധ്യതകളും, സത്യസന്ധകളും, തിന്മകളിൽ നിന്നുള്ള എല്ലാം മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങളും വേണം നാം നിർവഹിക്കാൻ. അങ്ങനെ ഒരു ഭാഗത്ത് രക്ഷിതാക്കളും, മറുഭാഗത്ത് നമ്മുടെ ഗുരുനാഥന്മാരും, ഇപ്പുറത്ത് കുട്ടികളും എല്ലാം കൂടി ഒരു ബോധമുള്ള ജീവിതമാണെങ്കിൽ തീർച്ചയായും നമുക്കത് ഉപകാരപ്പെടും. ഇഹലോകത്തും പരലോകത്തും നമ്മുടെ നാടിനും ഉപകാരപ്പെടും. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നല്ല നിലയ്ക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിമാണെന്നുള്ള ബോധവും ഇസ്സത്തും നിലനിർത്തിക്കൊണ്ട് പഠിക്കാനും വളരാനും പഠിപ്പിക്കാനും വളർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا ولمن أوصانا وأعاننا يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.